നീ? ആരടാ നീ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ? നിന്നെ ഞാൻ കൊന്നുകളയൂടാ നായിന്റെ മോനെ. നിനക്ക് അവനെ കൊല്ലണമായിരുന്നല്ലേ? എന്റെ ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിന്റെ പ്രാണം ഞാനങ്ങ് എടുത്തേനെ, ഒച്ചയ്ക്ക് കത്തിച്ചേനെ. നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. You are finished. നിന്നെ ഒന്നും ചെയ്യാനാവില്ലെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതൊരിക്കലും നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ നിനക്ക്. അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടാൻ പോവാ, നീ ഒന്നുമല്ല നീ മനസ്സിലാക്കാൻ. അത്ര പെട്ടെന്ന് നീ അങ്ങ് രക്ഷപ്പെട്ടു പോവാന്ന് കരുതിയെങ്കിൽ അതത്ര ഈസി അല്ലടാ. നീ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും ഈ ബെല്ലാരി. നീ ശബ്ദിക്കരുത്. എന്നെ കുറിച്ച് നീയോ നിന്നെ കുറിച്ച് ഞാനോ ഇതുവരെ യാതൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ നിനക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാ. നമുക്ക് തുടങ്ങാം, ഇവിടെ തന്നെ വെച്ച് നമുക്ക് അങ്ങ് തുടങ്ങാം. ബെല്ലാരി ശിവ റെഡ്ഡി. അവന്റെ അമ്മയുടെ ഒരു ബെല്ലാരി ശിവ റെഡ്ഡി. ഓക്കെ, നൈസ് നെയിം, ബെല്ലാരി ശിവ റെഡ്ഡി. നൈസ് മീറ്റിംഗ് യു മിസ്റ്റർ ബെല്ലാരി ശിവ റെഡ്ഡി. ഐ ആം അല്ലു ലക്ഷ്മൺ പ്രസാദ്. പക്ഷെ അങ്ങനെ എന്നെ വിളിച്ചാൽ എനിക്ക് ദേഷ്യം വരും. കോൾ മീ ലക്കി. ജസ്റ്റ് ലക്കി. ശിവാറെഡ്ഡി നോമിനേഷൻ മിസ്. ശിവാറെഡ്ഡിയെ അജ്ഞാതർ ക്രൂരമായി മർദ്ദിച്ച ശേഷം വിജനമായ സ്ഥലത്ത് ഉപേക്ഷിച്ചു. ശിവാറെഡ്ഡി ആക്രമിച്ചതാര്? അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ പേരിൽ ശിവാറെഡ്ഡിയുടെ അനുയായികൾ സിറ്റി മുഴുവൻ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഉള്ള ചെറ്റത്തരങ്ങളെല്ലാം കാണിച്ചോണ്ട് രാഷ്ട്രീയത്തിലിറങ്ങാൻ നോക്കിയതാ. ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതപ്പെടും. രാഷ്ട്രീയം നിന്റെ തറവാട്ട് സ്വത്താണോടാ. മന്ത്രിയാവണമെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവനതായിരിക്കും. എനിക്ക് ഈ സിറ്റിയിലെ കാറ്റ് പിടിക്കില്ല. എത്രയും പെട്ടെന്ന് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്ന നല്ലത്. അല്ലെങ്കിൽ നിനക്കൊന്നും മനസമാധാനം കിട്ടില്ല. അവനെ ഈ സ്ഥിതിയിലാക്കിയവനെ തുണ്ടം തുണ്ടമാക്കും ഞാൻ. അതാരാണെന്ന് എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. ആരാടോ അവൻ? തന്റെ മുമ്പിൽ ഇത് ജീപ്പ് കൊണ്ടുപോയിട്ട് താൻ അവിടെ വായും മുളിച്ചോണ്ട് നിൽക്കുമായിരുന്നു. ഇപ്പൊ ശിവാറെഡ്ഡിയെ പുളുത്തുന്ന് പറഞ്ഞ് ഇറങ്ങി പോയതല്ലേ. എന്നിട്ടിപ്പോ എന്തായി? ജീപ്പും പോയി, ഫയലും പോയി. ഇനിയിപ്പോ സുഖമായിട്ട് വീട്ടിൽ ചെന്ന് നടന്ന് ഉറയിക്കോ. അവന്റെ കാര്യം ശിവാറെഡ്ഡി നോക്കിക്കോളൂ. അവന്റെ കാര്യം ശിവാറെഡ്ഡി നോക്കുമെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്തിനാ സ്ഥലത്തിൽ പോലീസുകാർ? അതിലും ഭേദം നമുക്ക് എല്ലാവർക്കും കൂടി അമ്പലത്തിൽ പോയിരുന്ന ഭജന പഠിക്കൊണ്ടിരുന്ന പോലും സാർ പോരെ. വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞാൽ മതിയല്ലോ. വിടില്ല സാർ. ജീപ്പും ഫയലും ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ട ശിവാറെഡ്ഡിയും എങ്ങനെ മിസ്സായെന്നറിയാതെ നിങ്ങളുടെ മുന്നിൽ വന്ന് തലകുനിച്ച് നിൽക്കേണ്ട ഗതികേട് വരുത്തി അവനുണ്ടല്ലോ, അവനെ ഞാൻ വെറുതെ വിടില്ല. സുരേന്ദ്ര, ജീപ്പ് പോയിട്ടുള്ള എല്ലാ ഏരിയകളിലും CC ക്യാമറ ഫുട്ടേജ് എടുക്കണം. ശരി സാർ. ഒരൊറ്റ ക്ലൂ കിട്ടിയാൽ മതി നമുക്ക്. സാറേ ഈ ജീപ്പ് ശിവാറെഡ്ഡിയുടെ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ടാവും. അവരൊന്നും ആയിരിക്കില്ല ചെയ്തിരിക്കുന്നത്. ശിവാറെഡ്ഡി അറസ്റ്റ് ചെയ്യാൻ പോയ കാര്യം നമുക്ക് മാത്രമേ അറിയൂ. ഇതാരെങ്കിലും കരുതിക്കൂട്ടി ഡിപ്പാർട്ട്മെന്റിനോട് വൈരാഗ്യം തീർക്കാൻ ചെയ്താലെന്ന് ആർക്കറിയാം. രക്ഷപ്പെടരുത് ആരായാലും. പോയത് ജീപ്പും ഫയലും മാത്രമല്ല, ഒരു സിൻസിയർ ഓഫീസറായ എന്നോട് ഒരച്ഛൻ കാട്ടിയ വിശ്വാസം കൂടിയാണ്. നമ്മുടെ ജീവിതം കട്ട പോകുകയാടാ. നിന്റെ ചേട്ടാ CC ക്യാമറ എല്ലാം ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുക. പിടിച്ചാ നമ്മുടെ കാര്യം പോകാം. എന്താടാ? ആ ശിവാറെഡ്ഡിയുടെ അച്ഛൻ ഇവിടെ എത്തിണ്ടാ. മകനെ കണ്ടീഷനിലാക്കിയവരെ അന്വേഷിച്ചോണ്ട് നടക്കാണ്. അയാളെന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ ഇപ്പൊ പോകുന്നത്. ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നും കണ്ടില്ലടാ. അവൻ എനിക്ക് ഇപ്പൊ കിട്ടണം. ഇവിടെ ഇപ്പോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ അന്വേഷിക്കുന്ന എന്നെ തന്നെയാ. നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം. ഞാനൊരു ചെറിയ കഥ പറയാം സർ. എന്റെ അമ്മയ്ക്ക് 2 മക്കളാണ്, ഞാനും എന്റെ ചേട്ടനും. ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പം മുതൽ ഒരു കാര്യത്തിന് യോജിച്ചു പോലെ സർ. എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഒരു വീട്ടിലായിരുന്നെങ്കിലും വർഗ ശത്രുക്കളെ പോലായിരുന്നു ഞങ്ങള്. ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ വലിയൊരു വഴക്കുണ്ടായി സർ. അന്ന് അവൻ എന്റെ ലൈഫ് വെച്ചാ കളിച്ചത്. ഞാൻ ആകെപ്പാടെ മെന്റലായി പോയി സർ. എനിക്ക് അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല. എന്ത് സംഭവിച്ചാലും വേണ്ടില്ല അവന്റെ ജോലിയും കോപ്പും ഒക്കെ കളയിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവന്റെ ജീപ്പ് അടിച്ചോണ്ട് പോയത്. അപ്പോഴാ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേരത്തെ ആ ജീപ്പിന് നേരെ അറ്റാക്ക് ഉണ്ടായത്.
ആര് ചെയ്തെന്ന് എന്തിനു ചെയ്യുന്നു എനിക്കൊന്നും മനസ്സിലായില്ല സർ. ഞാൻ രക്ഷപ്പെട്ട് പുറത്തു വന്നപ്പോഴാണ് മനസ്സിലായത് അവർക്ക് വേണ്ടിയിരുന്നത് എന്നെയല്ല എന്റെ ചേട്ടനെ ആയിരുന്നു എന്ന്. എന്റെ ചേട്ടനെയാണ് അവർ കൊല്ലാൻ നോക്കിയെന്ന് ഓർത്തപ്പോ എന്താണെന്നറിയില്ല സർ, എന്റെ മൈൻഡ് ശരിക്കും ബ്ലാങ്ക് ആയിപ്പോയി. പിന്നെ എന്റെ ഞരമ്പിലെ ബ്ലഡ് എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടിയെന്ന് എനിക്ക് പോലും അറിയില്ല സർ. അതുവരെ എനിക്ക് എന്റെ ചേട്ടനോട് തോന്നിയിരുന്ന ദേഷ്യവും പകയൊക്കെ ഞാനങ്ങ് മറന്നുപോയി സർ. എന്റെ ചേട്ടനെ കൊല്ലാൻ ശ്രമിച്ചവർ ഇനി ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ലെന്ന് മാത്രം എനിക്ക് തോന്നി. അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങളുടെ മകനെ എന്റെ മുമ്പിലിട്ട് പട്ടിയെ പോലെ വെട്ടിക്കൊല്ലാൻ അവസരം കിട്ടിയിട്ട് ഞാനത് ചെയ്തു. പിന്നെ എന്റെ മനസ്സിൽ തോന്നിയത് ഒരേ ഒരു ചോദ്യമാ, എന്റെ ചേട്ടനെ അവർ കൊല്ലാൻ നോക്കിയതിന് ഞാൻ റിയാക്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? സാറിന്റെ ഒരേ ഒരു മകൻ എന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെയും ചേട്ടന്റെയും ബ്ലഡ് ഒന്നായി പോയില്ലേ സാറേ? കാര്യം ഞാനും എൻ്റെ ചേട്ടനും തമ്മിൽ ഒരു കാലത്ത് ഒന്നിനും ഒരിടത്തും യോജിച്ചു പോയിട്ടില്ല സാറേ. തമ്മിൽ എപ്പോഴും പ്രോബ്ലംസ് ആയിരുന്നു. പക്ഷെ ആ പ്രോബ്ലംസ് ഒക്കെ തന്നെയായിരുന്നു സാർ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹവും. ഇതൊക്കെ ഞാനെന്തിനിവിടെ പറയണമെന്ന് വെച്ചാൽ എന്നെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ വഴക്ക് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണം സാർ. ഇതിൻ്റെ പേരിൽ എനിക്കോ എൻ്റെ ചേട്ടനോ എൻ്റെ ഫാമിലിക്കോ ഒന്നും സംഭവിക്കരുത്. ഒന്നും. ഞാൻ സാറിനൊരു വാണിംഗ് തരാൻ വന്നതല്ല, കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം. നമുക്കെല്ലാം അങ്ങ് അവസാനിപ്പിക്കാം, ഓക്കെ? ഇതേ കാര്യം ഞാൻ സാറിൻ്റെ മകനോട് പറഞ്ഞാൽ എന്നോട് പുള്ളിക്കുള്ള ദേഷ്യം കൊണ്ട് ചിലപ്പോൾ തലേ കയറില്ല. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ സാർ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ ഈ പറഞ്ഞ മുഴുവൻ അവനേക്കാളും കൂടുതൽ സാറിന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരുപാട് സന്തോഷമുണ്ട് സാർ സാറിനെ പരിചയപ്പെട്ടതിൽ. വരട്ടെ സാർ. എന്റെ അമ്മയ്ക്ക് 2 മക്കളുണ്ട്. ഒരാളെ നഷ്ടപ്പെട്ടാൽ പോലും അവർക്ക് സഹിക്കാനാവില്ല. സാറിന് ഒരാളെ ഉള്ളൂ എന്ന് ഓർക്കണം. ബലിയിടാനെങ്കിലും അവനെ ബാക്കി വെക്കണ്ടേ സാർ? ശിവാറെഡ്ഡി, ഇപ്പൊ നരസിംഹറെഡ്ഡി. ആ പേരുകൾ കേൾക്കുമ്പോ തന്നെ മൂത്രം ഒഴിക്കാൻ വിട്ടുക. അങ്ങനെ ഉള്ളവരുടെ വീട്ടിൽ ചെന്ന് ക്ലാസ് എടുത്തിട്ട് വന്നു. എന്ത് ധൈര്യത്തിലാണ് നീ ഇതൊക്കെ ചെയ്തത്? നിങ്ങൾക്ക് എന്റെ കൂടിയില്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങളൊന്നുമില്ല. ഒന്നാമത് ആ ജീപ്പ് കൊണ്ടുപോയമാരെ തപ്പി നടക്കാ പരട്ടറാ. ACP റാം, ഇതപ്പോ മുതല ശിവാറെഡ്ഡിയെ പോലൊരുത്തൻ കൊല്ലാൻ നടക്കുവാണെങ്കിൽ എന്റെ ചേട്ടൻ എത്ര നല്ല പോലീസ് ഓഫീസർ ആയിരിക്കും. അവനെ റെസ്പെക്ട് ചെയ്യണം. ഇന്നലെ വരെ റാമെന്ന് കേട്ട അലർജി ആയിരുന്നു. നിനക്ക് റെസ്പെക്ട് ചെയ്താലെന്താ? എന്റെയും കൂടി ചേട്ടനായിപ്പോ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. ഇനി നീ കുറച്ച് അകലം പാലിക്കുന്ന നല്ലത്. അപ്പൊ റാം സാറിന്റെ അടുത്ത് നിന്ന് നമ്മളാണ് ജീപ്പ് അടിച്ചോണ്ട് പോയെന്ന് പറയാല്ലേ? അങ്ങനെ പറഞ്ഞ എല്ലാത്തിനെയും പൊക്കിയെടുത്തവൻ അകത്തിടും. ഈ സമയത്ത് എന്ത് പറഞ്ഞാലും അവന് മനസ്സിലാവില്ല. പിന്നെ വീട്ടിലെങ്ങനെ അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവില്ല. ശിവാറെഡ്ഡിയുമായിട്ടുള്ള പ്രശ്നം നമുക്ക് പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഇവന്റെയാണ് പ്രശ്നം. അവൻ സെൻസിറ്റീവാ. നമ്മളെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അവന്റെ ഇപ്പോഴത്തെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്തെടുത്താൽ ഓട്ടോമാറ്റിക്കലി അവന്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിക്കോളും. അവൻ ഇപ്പൊ ഒരു പെണ്ണുമായിട്ട് പണ്ടാറുടങ്ങാൻ ലവ് ഒന്നും ഇല്ലാതായി പോയടാ. എന്ത് പറഞ്ഞാലും അവനിപ്പോ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുക. അതല്ലാതെ അവന്റെ തലയിൽ ഇപ്പൊ മറ്റൊന്നുമില്ല. അതിന്റെയും കാരണക്കാരൻ ഞാൻ തന്നെയാടാ. അവനൊരു ലവ് സ്റ്റോറിയൊക്കെ ഉണ്ടായിരുന്നു. അത് പൊളിച്ചടക്കിയത് ഞാനും. ആ വൈരാഗ്യം മനസ്സിൽ വെച്ചോണ്ട് ഇവളുടെ അച്ഛനും ഫോൺ ചെയ്തത്. നിന്റെ ചേട്ടന് ഒരു ലവ് സ്റ്റോറി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എങ്ങനെയാളെ നീ ഇത് പൊളിച്ചത്? കോളേജിൽ വെച്ച് അവന് ശ്വേത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ദിവസം വളരെ അഡ്വഞ്ചറസ് ആയി അവളെ പ്രപ്പോസ് ചെയ്യാൻ അവൻ തീരുമാനിച്ചു. അവന്റെ കഷ്ടകാലത്തിനാണോ എന്റെ കഷ്ടകാലത്തിനാണോ എനിക്കപ്പോ ആ വഴിക്ക് വരാൻ തോന്നി. എന്റെ ഈശ്വര, ലക്കി സ്റ്റോപ്പോ കോപ്പ. ഐ ലവ് യു. എന്താ ഇഷ്ടമായില്ലേ? ഇവൻ എന്നാ പോകുന്നതാ? അത്രയ്ക്ക് ചാടുകയാണെങ്കിൽ ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. ഏയ് കാജൽ. ശ്വേത, എന്റെ അനിയൻ എന്താ പറഞ്ഞേ? അത് റാമിന്റെ തന്നെയാണോ? വൃത്തികെട്ടവൻ. അവ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഐ ലവ് യു എന്ന് പറഞ്ഞു. നീ എന്ത് പറഞ്ഞു? നോ. ഗുഡ്, ഐ ലവ് യു. കുറെ നാളായിട്ട് പറയണമെന്ന് വിചാരിക്കുക. ഇത് ഒരു നിമിഷം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ ലവ് ഞാൻ അക്സെപ്റ്റ് ചെയ്തേനെ. ഇതിപ്പോ നിന്റെ അനിയൻ ഐ ലവ് യു പറഞ്ഞ സ്ഥിതിക്ക് അവനെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ച് ഒരേ വീട്ടില് താമസിക്കുന്ന ഓർക്കുമ്പോ നീ എന്നെ മറന്നേക്ക്. അയ്യോ ശ്വേത, ആ സമയത്ത് നിന്റെ ചേട്ടനല്ല ആർക്കായാലും നിന്നെ കൊല്ലാനുള്ള ദേഷ്യം വരും. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചോടാ.
അവളെ കണ്ടപ്പോ മുതൽ അവന്റെ മനസ്സിൽ അവള് മാത്രമേ ഉള്ളൂ. ഏത് ആലോചന വന്നാലും അവൻ ഇഷ്ടപ്പെടില്ല. ഇനിയിപ്പോ എന്തായാലും സൊല്യൂഷൻ? ശ്വേത ഇപ്പൊ എവിടെയുണ്ടോ അവളെ കണ്ടുപിടിച്ച് ആ പഴയ പ്രണയം വീണ്ടും കണക്ട് ചെയ്യണം. അപ്പൊ ഓൾറെഡി അവളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബി പോസിറ്റീവ്. നെഗറ്റീവ് ആയാലേ എനിക്ക് ലക്കിക്കും അതൊരു വലിയ നഷ്ടമായിരിക്കും. ഇവളെ ഒന്ന് നിലക്ക് നിർത്താൻ നോക്ക്. ഏയ്, പോയി ശ്വേത എവിടെയാന്ന് കണ്ടുപിടിക്കണം. സ്വീറ്റി, ലക്കി, ഇപ്പൊ നമ്മൾ എന്തിനാ വെറുതെ ഇവിടെ നിൽക്കുന്നത്? നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. എല്ലാം നീ പറയുന്ന പോലെ ലക്കി. ശ്വേതയെ കണ്ടുപിടിച്ചോ? എങ്ങനെയെങ്കിലും അവളെ ഇങ്ങ് വിളിച്ചിറക്കിക്കൊണ്ട് വാ ലക്കി. അവനെ കൊല്ലാൻ, അല്ലെങ്കിൽ സ്വയം വെടിവെച്ച് ചാകാൻ. ഈശ്വര, അപ്പൊ ഇതും തുടങ്ങിയല്ലേ? ആ നീ വന്നോ? അങ്ങോട്ടിരിക്കെ. പ്ലീസ് സിറ്റ് ഡൗൺ. നീ ഇവിടെ വന്നടിക്ക്. എന്തൊക്കെ ഈ പറയുന്നത്? ഇങ്ങോട്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കിങ്ങനെ ടെൻഷൻ അടിക്കാൻ വയ്യ. ആ ലക്കിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തികട്ടി വരുമോ? ഞാനിപ്പോ മരിക്കും. അച്ഛാ, എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ട, ഞാൻ മാത്രമേ എനിക്കുള്ളൂ എന്ന് എനിക്കറിയാം. ഞാനിപ്പോ മരിക്കും. ആണുങ്ങളായ ചാകുമെന്നല്ല കൊല്ലുമെന്നാ പറയേണ്ടത്. ആക്ച്വലി അച്ഛന്റെ പ്രോബ്ലം എന്താ? ആ ലക്കിയാ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ലക്കിയെ കൊല്ലും. ലക്കി, ഇനി അങ്ങനെ പോയി കൊന്നിട്ട് വരുവോ? ലക്കി അല്ലേ അമ്മേ? അമ്മ ധൈര്യമായിട്ടിരിക്കും. അവനെ രക്ഷപ്പെടാൻ വിടരുത്. അവനെ കാലിൽ തന്നെ പിടിക്കണം. എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു ലക്കി. നേരത്തെ ധൈര്യമായിട്ടിരിക്കെ. ചേട്ടത്തിയോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു ലക്കി. ആക്ച്വലി എനിക്ക് നിന്റെ ചേട്ടനോട് ഇഷ്ടമുണ്ടോ? ഇഷ്ടമല്ലെങ്കിൽ പിന്നെ വന്ന കല്യാണാലോചനകളൊക്കെ വേണമെന്ന് വെച്ചാൽ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തോണ്ടാ. ഇത് തന്നെ ഇപ്പൊ നീ വിളിച്ചതുകൊണ്ട് ഇറങ്ങി വന്നതാ. അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല. ഇഷ്ടപ്പെടും. എന്റെ ചേട്ടനെ മനസ്സിൽ വെച്ചുകൊണ്ട് വേറൊരാളെ കല്യാണം കഴിക്കാൻ അടുത്തേക്ക് പറ്റുമോ? അത് ശരിയാ. അതാ ഞാനും പറഞ്ഞു. നീ പറഞ്ഞ എനിക്ക് വിശ്വാസാ. അതാ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് കിടന്ന് ഓടുന്നത്. നിന്റെ ചേട്ടൻ എന്നോട് ഇപ്പഴും ഇഷ്ടമുണ്ടല്ലോ. പിന്നെ ഏടത്തേക്ക് വേണ്ടിയല്ലേ ചേട്ടൻ പോലീസ് ഓഫീസർ ആയത് പോലും. ശമ്പളം ഇപ്പൊ എത്ര ഉണ്ടാവും? അത് മാത്രം എനിക്ക് ഇതുവരെ ചോദിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഞാൻ ചോദിച്ചു. അതൊന്നും പറയൊന്നുമില്ല. ഞാനത് പറയിപ്പിച്ചോളാം. എന്റെ ഈശ്വര, കറക്റ്റ് ടൈമിലെ മാമൻ വന്നത്. എന്തിനാ മാമ വെടിവെച്ചത്? നീയല്ലേ വെടിവെച്ചത്? ലെറ്റ്സ് ഗോ. ഓടി വാ. വേറൊരുത്തനുണ്ട് അവന്റെ കൂടെ. നമുക്ക് ആദ്യം അവനെ തീർക്കാം. ഏടത്തേക്ക് സ്പീഡ് കുറവാ. വാ. ഇവരല്ലേ എന്തിനാ നമ്മളായിട്ട് ഓടിക്കുന്നത്? ഇതല്ല ഈ പെണ്ണിന്റെ ആൾക്കാരാ. അതിന് ഈ പെണ്ണാരാ? വേഷം കണ്ടിട്ട് മനസ്സിലായില്ലേ? കല്യാണം കഴിക്കാൻ വിളിച്ചോണ്ട് വാ, വേഗം വാ. കല്യാണം? മഹാഭാവി, അപ്പൊ എന്റെ മോൾ സ്റ്റെപ്പിനി ആണോടാ? മാമനിപ്പോ ജീവൻ വേണതിന്റെ ആൻസർ വേണോ? ജീവൻ എന്നാ ഇവിടെ തന്നെ നിന്നോ. മാമ ഓടി വാ, കേറിക്കോ. ഞാനിപ്പോ ശരിയാക്കി തരാം. ഒന്നുകൊണ്ട് പഠിക്കണ്ട, ഇപ്പൊ ശരിയാക്കി തരാം. മാമ റെഡിയല്ലേ? പിടിക്കാൻ റെഡിയല്ലേ? ക്യാച്ച്. മാമന്റെ കാര്യം തീരുമാനം. ശരിയാ. എന്താ ലക്കി, നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഇത്രയും കാറുകള്? ഹലോ, ഇത് ACPയുടെ വീടാന്നറിയില്ലേ? ഇത്രയും കാറൊക്കെ ഉണ്ടാവും. നിക്ക്, ഇത്രയും നേരം എവിടെയായിരുന്നു? ഫോണും ഓഫ് ആയിരുന്നല്ലോ. അത് കള. ഇവിടെ എന്താ ഇത്രയും കാറൊക്കെ? പെണ്ണിന്റെ വീട്ടുകാരൊക്കെ വന്നതാ. എന്റെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് പെണ്ണ് ആലോചിക്കുന്നു? നിനക്കല്ല, നിന്റെ ചേട്ടനാ. ചേട്ടനോ? അവനത് സമ്മതിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുത്തു. എന്റെ ഈശ്വര, ഇതൊക്കെ എപ്പോ സംഭവിച്ചു? റാമിന് സമ്മതം. പിന്നെ നിനക്കെന്താ കുഴപ്പം? ഐജിയുടെ മോളാ. ഐജിയുടെ ഏത് മോളാ? ഇനി ഒന്നും ആലോചിക്കാല്ല, നല്ലൊരു മുഹൂർത്തം അങ്ങോട്ട് നോക്കാം. ഈ വരുന്ന ചിങ്ങമാസം 20-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. അത് ഞങ്ങൾക്ക് ഓക്കെയാ. എനിക്ക് ഓക്കെ അല്ല. ഞാൻ ഇങ്ങനെ കാണണം നിങ്ങൾ ആരെങ്കിലും ഓർത്തോ? എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എല്ലാം ഫിക്സ് ചെയ്യാന്ന് വെച്ചാ? ഇവ ഞങ്ങളുടെ ഇളയ മോനാ. അത് ഇവനായിരുന്നല്ലേ?
ഇവനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നല്ല ഒന്നാന്തര സ്വഭാവക്കാരനാണെന്നാ പറഞ്ഞു കേട്ടത്. നിങ്ങളെ കുറിച്ച് എല്ലാവർക്കും നല്ല ബെസ്റ്റ് അഭിപ്രായം. പെണ്ണുങ്ങളുടെ മൂത്രപ്പുര റേഡിയില്ലേ നിങ്ങളുടെ പരിപാടി? നീ എന്തിനാ ചൊറിയുന്നേ? അവൻ പറയുന്നത് നീ വിശ്വസിക്കണ്ട. ലാത്തി കയ്യിലിരിക്കല്ലേ, ഞെക്കിക്കൊണ്ടിരുന്നോ? ഇനിയിപ്പോ എന്താ പറയാ? അപ്പൊ നീ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരുന്നില്ലടാ. എല്ലാം ഞാൻ അറിഞ്ഞിട്ട് തന്നെയാ നീ ഒരു പാറയാവുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നീ ഇല്ലാത്ത സമയം നോക്കി പ്ലാൻ ചെയ്തത്. ഈശ്വരാ, എന്നെ അങ്ങ് കൊന്നുകളാ. ദേ, ഈ കാർ ആരുടെയെന്നറിയോ? ആ ACP സാറിന്റെയാ. അദ്ദേഹത്തെ കെട്ടാൻ പോകുന്നത് ഞാനാ. എടുക്കാതെ മാറ് മാറ്. 8ന്റെ പണി എന്ന് പറയുന്നത് ഇതിനായിരിക്കോ? നീ പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ ഇറങ്ങി വന്നത്. എന്നിട്ടിപ്പോ കാല് മാറുന്നു. കണ്ണി കണ്ടവരോടൊക്കെ ഞാൻ ACP യെ കെട്ടാൻ പോണെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഇനി എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? എനിക്ക് ഇപ്പൊ അറിയണം. നിന്റെ ചേട്ടനുള്ള കല്യാണം നടത്തി തരാം. ദൈവമേ, നടത്തി തരാം. ഉറപ്പാണല്ലോ? നടത്തി തരാം ശ്വേത. ചേട്ടത്തി അതെ, ഇവളെന്നെ കൊല്ലുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോകാൻ ഞാൻ എന്താ വേണമെന്ന് ആലോചിച്ച് നോക്കട്ടെ. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ. ഏയ്, എവിടെ നോക്കിയ ഇത്രയും നാളെ നീ എവിടെയായിരുന്നു? നിനക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഞാൻ. എന്തിന്? ഇപ്പൊ എന്റെ കയ്യിൽ നീ ഉള്ളതുപോലെ നിന്റെ ഉള്ളിൽ ഞാനുണ്ടോ ഇപ്പോഴും? എന്റെ പേഴ്സിൽ പോലും നീ ഉണ്ട്. എന്റെ സുരേന്ദ്ര, ഇവൾ എന്നെ കെട്ടിയിട്ട് ആ കല്യാണ സെറ്റ് അടിച്ചു മാറ്റുന്നു പറഞ്ഞ് ശബ്ദം ചെയ്തിരിക്കുക. ആ ഐജിയുടെ മകളാണെങ്കിൽ ഹണിമൂൺ വരെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടി കിട്ടുന്നില്ല. എനിക്ക് പിടികിട്ടി സാർ. ഇവളെ കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. ആ ഐജിയുടെ മകളെ കളയാണ് സാറിന് നല്ലത്. അതത്ര ഈസിയായ കാര്യമല്ല. ഈസിയാണ് സാറേ. സാറിന്റെ വീട്ടിൽ തന്നെ കൊള്ളരുതാത്ത ഒരുത്തനുണ്ടല്ലോ. അവൻ വിചാരിച്ച ഈസി ആയിട്ട് ഈ കല്യാണം മുടക്കാം. ആര്? എന്റെ അനിയനോ? അതെ സാർ, അവൻ വിചാരിച്ച കാര്യം നടക്കും. അർജന്റായിട്ട് പോയിട്ട് സാർ അവന്റെ കാലൊന്ന് പിടിച്ചാൽ മതി. ഇഡിയറ്റ്. ഇതുവരെ അവൻ എന്റെ അടുത്ത് സഹായം ചോദിച്ചിട്ടുള്ളൂ. ഞാൻ അവന്റെ അടുത്ത് സഹായം ചോദിക്കാൻ. കാര്യം കാണാൻ കഴുതക്കാല് പിടിക്കുന്നത് നല്ലതാ സാറേ. അപ്പൊ എന്റെ അനിയൻ കഴുതേ? അത് കൊള്ളാം, നല്ല ഐഡിയ. ഇനി ഐഡിയ ഉണ്ട് കയ്യില്. എന്റെ അനിയൻ കഴുത. അനിയൻ കഴുതയാണെങ്കിലേ ഇവൻ മരക്കഴുതയാ. ശരിയല്ലേ സാർ? സാറേ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. സാറും കൂടി ഒന്ന് സംസാരിച്ചാൽ മതി. അവന്റെ ഒരു ജാട. എല്ലാം അവൻ പറഞ്ഞു കാണുമല്ലോ. അതുപോലെ ചെയ്യ്. എന്ത് ചെയ്യാനാ? നിനക്ക് എന്നോട് നന്ദി കാണിക്കാൻ ഞാൻ ഒരു അവസരം തന്നിരിക്കുക. വേണമെങ്കിൽ ഇപ്പൊ അത് ഉപയോഗിക്കാം. ഗുഡ് ഐഡിയ. നിന്നെ കൊണ്ട് പറ്റാത്തതിന് എന്റെ ഹെൽപ്പ് വേണോ അല്ലേ? നീ ഇട്ടിരിക്കുന്ന ഷർട്ട് എന്റെയാ. നീ ഇട്ടിരിക്കുന്ന ആവശ്യവും നിന്റെയാ. അതേടാ, എന്റെ തന്നെയാ. ഒരു വാണിംഗിന്റെ സ്വരമല്ല, റിക്വസ്റ്റ് ആണ് വേണ്ടത്. എല്ലാത്തിനും കാരണക്കാരൻ നീയല്ലേ? അപ്പൊ നീ തന്നെ ഇത് ശരിയാക്കി തരണം. ചുമ്മാ കിടന്നിങ്ങനെ ചൂടാവാതണ്ണാ. റിക്വസ്റ്റോ? അതാ ഇപ്പൊ വേണ്ടത്. ബെഗ് മീ. എന്റെ പട്ടി വരും. സാറേ, കാര്യം കാണാൻ കഴുതക്കാല്. ചെല്ല്, വേഗം ചെല്ല്. ഒരു ചെറിയ റിക്വസ്റ്റ്. എങ്ങനെയെങ്കിലും ഐജിയുടെ മോളുമായിട്ടുള്ള കല്യാണം നീ മുടക്കി തരണം. അത് നടക്കാൻ പോകുന്നില്ല. എന്റെ പൊന്നനിയനല്ലേ, ദയവ് ചെയ്ത് ഐജിയുടെ മോളുമായിട്ടുള്ള കല്യാണം ഒന്ന് മുടക്കി തരുമോ എനിക്ക്? എന്റെ ഈശ്വര, കുറച്ചുകൂടി ഒന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കേൾക്കാൻ എന്ത് രസമായിരുന്നു. എങ്ങനെയെങ്കിലും നീ ഐജിയുടെ മോളുമായിട്ടുള്ള കല്യാണം ഒന്ന് മുടക്കി തന്ന് എന്നെ ശ്വേതി ഒന്നിപ്പിച്ച് തരണം. എന്തൊരവസ്ഥയാണ്. ആയിക്കോട്ടെ വത്സ. ഏയ്, എന്നെ എന്തിനാ അവിടെ കൊണ്ടുവന്നേ? അവിടെ കിടന്നാലേ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവും. സൂപ്പർ. ഹലോ, ഐ ആം ലീ, ഡോക്ടർ ബാലി, മലേഷ്യ റിട്ടേൺ. ഇയാളുടെ അസുഖം ലക്കി. ഇനിയെല്ലാം ഞാൻ പറയുന്ന പോലെ പറയണം. അസുഖം ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ. അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നല്ലേ ഉള്ളൂ. ഓ, യു മീൻ ഐറ്റംലെസ്. ഓക്കേ ഓക്കേ. താഴെ ഓ ഷിറ്റ് ഷിറ്റ്, നോട്ട് അഗൈൻ, നോട്ട് അഗൈൻ. അവൻ എന്ത് പറ്റിയടാ? ഡോക്ടർ, ഹലോ, ഐ ആം ലീ, ഡോക്ടർ ബാലി, മലേഷ്യ റിട്ടേൺ. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. I am P. JP. ആരെ കിട്ടിയാലും ഞാൻ വെറുതെ വിടാറില്ല. I see. Oh, room number 69. Anything you want? Oh, come.
ആക്ച്വലി അവനിപ്പോ എങ്ങനെയുണ്ട് ഡോക്ടർ? ഇവിടെ ആരുടെ കട്ടിയുള്ളത്? കാട്ടി എന്ന് പറഞ്ഞ ആ മനക്കട്ടി. അതെനിക്ക് തോന്നി നിങ്ങൾക്കായിരിക്കും. നമുക്കങ്ങോട്ട് മാറി മാറിയൊന്നും നിൽക്കണ്ട, ഇവിടെ ഒന്ന് പറഞ്ഞോളൂ ഡോക്ടർ. ഐസിയുവിൽ കിടക്കുന്നത് നിങ്ങളുടെ മരുമകനാണ്. ആകാൻ പോകുന്നേ ഉള്ളൂ. ഓഹോ, അവനെ അതെന്താ? ഒരു വണ്ടിയുടെ ടയർ പഞ്ചറായാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അത് ഒട്ടിച്ചെടുക്കാമല്ലോ. ക്ലച്ചും പോയി ഗിയറും പോയി ബാറ്ററി കംപ്ലീറ്റ് അടിച്ചു പോയി, നിങ്ങൾ അത് ചെയ്യും. ഓ, എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ച് പറ ഡോക്ടർ. ക്യാൻ ഐ യൂസ് യുവർ ലാത്തി? എന്നാ പിടിച്ചോ. നിങ്ങൾക്ക് ലാത്തി ഇല്ലാതെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവന്റെ ലാത്തി മറുകയാ. 50-50 ചാൻസ് എങ്കിലും അത് പറയാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ വല്ല പ്രശ്നമുണ്ടോ ഡോക്ടർ? നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങളുടെ ഈ മോൾക്ക് ആ പ്രശ്നം. അതല്ല എന്റെ മോള്, ഇതാ. ഐ ആം സോറി. മോള് ആർ യു ഷുവർ ദാറ്റ് ഡോക്ടർ? എക്യുപ്മെന്റ്സിന് തെറ്റാറില്ല. എക്യുപ്മെന്റ്സിന് തെറ്റാറില്ലെന്ന എന്താ ഗ്യാരണ്ടി? ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ മോൾ അവന്റെ അടുത്തോട്ടൊന്ന് പറഞ്ഞു വിടും. അവൾ വന്ന് കറക്റ്റ് പറയും. അച്ഛാ ഞാനൊന്ന് പോയിക്കോട്ടെ. എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ വേണോ? അല്ലേ, ഇവര് പോയാലും മതി. നീ ഇതെങ്ങോട്ടാ പോണേ? ഞാൻ പോയാ മതിയോ ഡോക്ടർ? ആ ചെല്ല്, ഉള്ളതൂടെ പോയി കിട്ടും. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങി. സൂര്യകിരീടം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ, അതുകൊണ്ടാണ് വിചാരിച്ചാൽ മതി. നിങ്ങളപ്പോ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാണല്ലേ? കറക്റ്റ് ആയിട്ട് നീ ഇത് മനസ്സിലാക്കിയല്ലോ മോനെ. ഒന്നും തോന്നരുത് കേട്ടോ. ഹോ, ഒരു ലാത്തി വരുത്തി വെച്ച വീണ. എന്താടാ? കല്യാണം പോയെങ്കിൽ അതങ്ങ് പോട്ടെ. ഇനി അവന്റെ കാര്യം എന്താവുന്ന എന്റെ പേടി. പോയേ പോയേ പോടേ പോകട്ടെ. It's gone, it's gone, it's gone, gone. Enjoy my dad. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് എന്തിനാടാ ഇത്ര സന്തോഷിക്കുന്നത്? പിന്നെ ഞാൻ അങ്ങനെ സന്തോഷിക്കാതിരിക്കും? എന്റെ ഒരു വലിയ ഭാരമല്ലേ ഒഴിഞ്ഞു പോയത്. ഓ എന്റെ ഈശ്വര. ലക്കി കാരണം ഒരു വലിയ മാരണം തലേന്ന് ഒഴിവായി കിട്ടി. ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ഫ്രീ ആയി. പോയേ പോയേ പോടേ അല്ല സാറേ, പോകട്ടെ. ഇവരുടെ കൂടെ ബ്രെയിനും പോയെന്നാ തോന്നുന്നു. It's gone, ഏയ്. it's gone, gone, gone. ഈ കല്യാണം മുടക്കി തന്നതിന് താങ്ക്സ്.